കടുങ്ങല്ലൂരിൻ്റെ പ്രിയ കവി ശ്രീ ശിവൻ മുപ്പത്തടത്തിൻ്റെ 40 വർഷത്തെ കാവ്യസബരിയാണ് ഇന്ന് മഹായാനമായി നമുക്ക് മുന്നിൽ ഈ ആലുവാപ്പുഴയുടെ തീരത്ത് പ്രകാശനം ചെയ്യാൻ പോകുന്നത്. ഹർഷാരവത്തോടെ നമുക്ക് ഈ പരിപാടിയെ സന്നദ്ധമാക്കാം. മഹായാനം എന്ന് പറയുന്നത് പെരിയാറിൻ്റെ പർവ്വതനിരകളിൽ നിന്ന് വന്ന് കായലിൽ ചെന്ന് അവസാനിക്കുന്ന പെരിയാറിൻ്റെ യാത്രയാണ്. ഇത് പ്രകാശനം ചെയ്യാൻ കഴിഞ്ഞ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം. ശിവൻചേട്ടനെ ഞാൻ വളരെ വർഷങ്ങൾക്ക് മുമ്പ് പരിചയപ്പെടുക. ഇവിടെ സേതു സാറ് പറഞ്ഞ കൂട്ട് അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തിൻ്റെ കവിതകളൊക്കെ കേൾക്കുകയും നമുക്ക് ഇന്ന് ഒരു അറിയപ്പെടുന്ന ഒരു കവിത എഴുതുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ബുക്കാണ് ഇത്. തുടക്കമായിട്ടല്ലേ ഇനിയും പുസ്തകങ്ങൾ എഴുതാൻ അദ്ദേഹത്തിന് ഈ പെരിയാറിൻ്റെ തീരത്ത് ഇന്ന് തുടങ്ങി പ്രകാശനം ചെയ്തപ്പോൾ ഇനിയും കൂടുതൽ പുസ്തകങ്ങൾ എഴുതാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേരുന്നു. ആലുവയിലെ ഒരു പ്രശസ്ത ആശുപത്രിയുടെ അധികാരി, സർവാത്മന സ്നേഹിക്കുന്ന ഒരു കവി, ഇങ്ങനെയുള്ള ഒരു കവിയെ നമ്മുടെ നാട്ടിലുണ്ടായിട്ട് നമ്മൾ അറിയാതെ പോകുന്നത് കഷ്ടമാണ്. അതുകൊണ്ട് ഈ പുസ്തകങ്ങൾ ഇനിയും എഴുതാൻ, ഇത്തരം കവിതകൾ ഇനിയും രചിക്കാൻ അവനെ പ്രേരിപ്പിക്കുക, എല്ലാവരും അവനെ ശാസിക്കുക, ശിക്ഷിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ എല്ലാ ഭാഷാ സ്നേഹികൾക്കും എൻ്റെ പ്രണാമം. ശിവൻചേട്ടൻ്റെ ഇൻ ഫ്യൂച്ചറിൽ മോർ ബുക്സ് ആയിട്ട് ശിവൻചേട്ടന് പ്രസിദ്ധീകരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. വളരെ അധികം ഹൈറ്റ്സിലെത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്തായാലും അദ്ദേഹത്തിന് ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാനും അദ്ദേഹം ഇനിയും പുസ്തകങ്ങൾ എഴുതട്ടെ എന്നും ഈ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമ്മൾ മനുഷ്യരൊക്കെ വളരെ വ്യത്യസ്തരാണ്, നമ്മളുടെ അഭിരുചികളും വ്യത്യസ്തമാണ്. അതുകൊണ്ട് ആ പുസ്തകം അവിടെ ഉണ്ട്, നിങ്ങൾ വാങ്ങുക, വായിക്കുക, ഒരു നിഗമനത്തിൽ സ്വയം എത്തിച്ചേരുക. നമ്മുടെ ഈ കവി വളരെയധികം കരുത്ത് ആർജിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ശിവൻ വളരെ വർഷങ്ങളായി ഞങ്ങളുടെയൊക്കെ സുഹൃത്താണ്. ശിവൻ്റെ ഒരു അപാരമായ കഴിവ് പല ഘട്ടങ്ങളിലായി മനസ്സിലാക്കാൻ നമുക്കൊക്കെ സാധിച്ചിട്ടുണ്ട്. ആ കവിത്വത്തിൻ്റെ ആ കാവ്യാത്മകത കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. ആ എഴുത്താണി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല മനോഹരമായ വാക്കുകൾ പിറന്നു വീഴും. ആ മനുഷ്യന് എല്ലാ ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും. ഈ സായാഹ്നം എന്തുകൊണ്ടും അനർഘമായ ഒരു നിമിഷത്തിന് സാക്ഷ്യം വഹിക്കുന്നു. കാരണം വളരെ പ്രശസ്തരായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് ഇവിടെ രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ സാംസ്കാരിക രംഗത്തുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ഉന്നതരായ വ്യക്തിത്വങ്ങളാണ് ഇവിടെ സന്നിഹിതരായിട്ടുള്ളത്. ഈ നിസ്തുല സംരംഭത്തിന് എല്ലാവിധ ആശംസകളും ഹൃദയപൂർവ്വം അർപ്പിക്കുന്നു. നമ്മുടെ സമൂഹത്തിലുണ്ടാകുന്ന ഓരോ ചലനങ്ങളും സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ ഇവിടെ വായിച്ച എൻ്റെ മക്കളെ എന്നുള്ള കവിത അത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. കുട്ടികളോടുള്ള വാത്സല്യം, അവരോടുള്ള സ്നേഹം, ശാസന എല്ലാം അടങ്ങിയ ഒരു കവിതയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അത് ഏറെ ശ്രദ്ധിക്കപ്പെട്ടതും ഒരു മുന്നറിയിപ്പ് പോലെ കുറേ അപകടങ്ങൾ ഒഴിവാക്കാൻ കാരണമായി ഇന്നിവിടെ പരാമർശിക്കപ്പെട്ടതെന്ന് എനിക്ക് തോന്നുന്നു. യുവജന സമാജം വായനശാല മുപ്പത്തടത്തിന് വേണ്ടി ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കും. മക്കളെ, നിങ്ങളിങ്ങോട്ടിറങ്ങിയിടല്ല, തക്കവും പാർത്തിരിപ്പുണ്ടിവിടെ മൃത്യു. ൂക്കോടെ വൻചുഴി ചുറ്റിടും നേരമിന്നാർക്കുമാവില്ല, രക്ഷിക്കുവാനോർക്കുക. മക്കളെ, നിങ്ങളിങ്ങോട്ടിറങ്ങിയിടല്ല, തക്കവും പാർത്തിരിപ്പുണ്ടിവിടെ മൃത്യു. ഇന്ന് ഇവിടെ ഈ പരിപാടി സംഘടിപ്പിക്കാനുണ്ടായ ഒരു പ്രധാന കാരണം 2000 ജനുവരി 1-നാണ് ഞാൻ ഈ കവിത ഇവിടെ സ്ഥാപിച്ചത്. 25 വർഷം തികഞ്ഞ് 26ാമത്തെ വർഷത്തേക്ക് കടക്കുന്നു. ഒരു കവിത എഴുതുക എന്ന് പറയുന്നത് അത്ര നിസ്സാര കാര്യമല്ല. കാരണം കവി ആണെങ്കിൽ പോലും കവിയുന്നതാണ് കവിത, കഴിയുന്നതും എഴുതാതിരിക്കുകയാണ്. പക്ഷെ നിവൃത്തിയില്ലെങ്കിൽ മാത്രം ഒരു കവിത എഴുതുക എന്നാണ് പറയുന്നത്. അങ്ങനെ എഴുതിപ്പോയ ഒരു കവിതയാണ് എൻ്റെ മക്കളെ എന്ന്. ഇതിനകത്ത് കവിത വന്ന വഴി എന്ന് പറഞ്ഞാൽ ചില കവിതകൾ എനിക്ക് വന്നതിന് കാരണം ഉണ്ടായിരുന്നു. ആ കാരണം ഞാൻ ഇതിനകത്ത് കവിത വന്ന വഴി എന്നുള്ള പേരിൽ ഞാൻ എഴുതിയിട്ടുണ്ട്.
ഇതിൻ്റെ ഉള്ളടക്കത്തിൽ പറയുന്നതിന് മുൻപ് ഇതിൻ്റെ ഈ മുഖചിത്രം വരച്ചത് എൻ്റെ മരുമകളാണ്, എന്ന് വെച്ചാൽ മകൻ്റെ ഭാര്യയാണ്. മ്യൂറൽ പെയിൻറ്റിങ്ങിൽ PhD ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കുട്ടി ഒരുപാട് മുഖചിത്രങ്ങൾ ഞങ്ങൾ നോക്കിയെങ്കിലും പിന്നീട് ഞാനൊന്ന് ശ്രമിക്കട്ടെ എന്ന് പറഞ്ഞ് എന്നോട് ഇത് വരച്ചു. ഇതിൽ പങ്കെടുത്ത് എന്നെ അനുമോദിക്കുകയും ആശീർവദിക്കുകയും ചെയ്ത നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അതിനേക്കാൾ എല്ലാം ഉപരി എൻ്റെ ഈ പ്രവർത്തനങ്ങൾക്ക് എന്നോട് സഹകരിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ സഹകരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ കുടുംബാംഗങ്ങളോട് ഞാൻ അവസാനമായി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് പിൻവാങ്ങുന്നു. നമസ്കാരം.